ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ സുഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ 19ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വേഗം എന്തായാലും കടിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോറ് അടുപ്പത്ത് തീമാറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കണം, അതിലേക്ക് ഉള്ളിയും തക്കാളി ഒരു അടുപ്പിൽ എന്താക്കിയിരിക്കണം വാട്ടാൻ വേണ്ടിയിട്ട് അതും വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടും ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കടിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ പിന്നെ ഞാൻ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, 10 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് മുട്ട പിന്നെ കറി വെക്കണം കേട്ടോ, തേങ്ങ അരച്ചിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താട്ടി തേങ്ങ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഉള്ളി വാടിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കട്ടെ. എന്നിട്ട് അത് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ തേങ്ങ അരച്ചില്ല അതൊന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അങ്ങനെ ഇത് 5 മുട്ട, ഞങ്ങൾ 5 ആളാണ്. അപ്പോൾ 5 ആൾക്ക് വേണ്ടിയിട്ട് 5 മുട്ട പുഴുങ്ങിയതിൽ കറിയിലിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളെ കറി ഇവിടെ സെറ്റാക്കി കിട്ടി കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റിയേക്കാം കേട്ടോ. ഇപ്പോൾ അടുത്തത് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാനിവിടെ പിന്നെ സമൂസക്കുള്ള പിന്നെ മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചുകൊണ്ട് ഞാൻ ഇതാക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടോ, വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കിഴങ്ങ് അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം റൈസ് കുക്കറിൽ ഞാൻ പിന്നെ ചോറ് ഇറക്കി വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ ആകെ ചെറിയൊരു തിണ്ടാണ് കേട്ടോ, അതുപോലെ ഒന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് നിലത്ത് വെക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ആവട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് വാടീൻ്റെ ശേഷം ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ പിന്നെ അത് അവിടെ റെഡി ആയതിൻ്റെ ശേഷം അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കിഴങ്ങ് പൊരിച്ചിങ്ങാണ്ട് ഇട്ടുന്നത്. എപ്പോഴും ഇപ്പോൾ അത് ഉണ്ടാക്കി ശീലമായപ്പോൾ എപ്പോൾ നോക്കിയാലും സമൂസ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ കുറേ വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അതവിടെ പൊരിച്ചങ്ങാണ്ട് എന്താക്കി കിഴങ്ങും ഉള്ളിയൊക്കെ നല്ലോണം തന്നെ മിക്സ് ആക്കി കണ്ട് എന്താക്കി അവിടെ മാറ്റി വെച്ചിട്ടോ. പിന്നെ അതൊന്ന് ചൂടാറട്ടെ. പിന്നെ അതിന് ചായക്കടി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ പൂരിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അത് നമ്മൾ മാവിലേക്ക് കുറച്ച് ഒഴിച്ചങ്ങാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചിരിക്കണം കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ കുഴക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാണത് ഇളകി കളിച്ചും കൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടും ഇവിടെ കുഴച്ചെടുത്ത് അങ്ങനെ ചെറിയ ഉരുളകളായിട്ട് അവിടെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ സമൂസൻ്റെത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു കൈ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സമൂസ എന്താക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വേഗം പൊരിച്ചെടുത്താലാണ് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇനി അടുത്തത് പൂരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ മസാല ഒക്കെ നിറച്ച് നമ്മളങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയ മുതൽക്ക് തന്നെ ഒരു സിമ്പിളാണ് കേട്ടോ. മറ്റേത് ആദ്യം എനിക്കിങ്ങനെ സമൂസ ഇങ്ങനെ പിന്നെ നമുക്കിങ്ങനെ ആക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കി ആവും ശീലമായി കേട്ടോ. അങ്ങനെ ഇത് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് നല്ല വെയിലും ചൂടൊക്കെ ആണല്ലോ ഈ സമയത്ത് നമുക്ക് നോമ്പ് വന്നതില്ലേ. ഏതായാലും നമ്മൾ ഇത്രയും നോമ്പൊക്കെ അങ്ങനെയാണ് കടന്നു പോയി കിട്ടിട്ടോ, ഒരു കുഴപ്പമില്ലാതെ ഇൻഷാ അല്ലാ റാഹത്തായിട്ട് അങ്ങനെ പോയി കിട്ടിട്ടോ. അപ്പോൾ ഏതായാലും ഇത് അതിൻ്റെ സമൂസൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താക്കാൻ, നമ്മൾ ഭൂരി ഉണ്ടാക്കാൻ തുടങ്ങണം കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ വേഗം പെട്ടെന്നാവുമല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് ഭൂരി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാനിവിടെ പ്രസ്സമ്മലാട്ടോ പരത്തുന്നത്. പ്രസ്സമ്മ പരത്തിയിട്ട് നേരെ എണ്ണയിലോട്ട് ഇടുക, അങ്ങനെയാണ്ട് അപ്പുറം തിരിച്ചിട്ടങ്ങാണ്ട് എന്താ പറയുക കോരിയെടുക്കുക കേട്ടോ. അത് കണ്ടോ നല്ല പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറുതെ ഉപ്പിട്ട് കുഴച്ചങ്ങാണ്ട് റെസ്റ്റ് ചെയ്യാനും കൂടി അധികം വെച്ചില്ല. ഒരു പൊരിക്കുന്ന സമയം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അത് 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ആവും ചെയ്യട്ടോ. അങ്ങനെ ഇതേ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ മുട്ട പുഴുങ്ങിയിട്ട് അത് മസാല ആക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളകും പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് കണ്ട് എന്താക്കി പിന്നെ നമ്മളിങ്ങനെ പിന്നെ മസാല ആക്കുക ചെയ്യണം കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് അതൊക്കെ കേട്ടോ, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഇടയിൽ ചായയും ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷമാമിൻ്റെ ജ്യൂസ് അടിക്കണം കേട്ടോ. അപ്പോൾ അത് നോമ്പ് തുറക്കണതിൻ്റെ 2 മിനിറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇത് സെറ്റാക്കി കൊടുന്ന് വെച്ചില്ലൊന്നും അത് കാണൂല കേട്ടോ, കാരണം അപ്പോഴൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതേ നമുക്കതും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് എന്താക്കി പിന്നെ നമ്മൾ അതുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാക്കണം. പിന്നെ നമ്മളെന്ത് ചെയ്യുക, പിന്നെ പാലും പിന്നെ ഷമാമും പഞ്ചസാരയൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടോ. അത് സിമ്പിൾ പരിപാടി ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതേ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് എനിക്ക് പിന്നെ അത് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അതുവരെ കുടിച്ചിട്ടുമില്ല കേട്ടോ. അതങ്ങനെ ഒരു വട്ടം കുടിച്ചിരുന്നു, അതിനാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ.
അങ്ങനെ അതേ മക്കൾക്ക് കൊടുത്തിട്ടോ മക്കൾക്ക് വലിയ തൃപ്തിയൊന്നുമില്ല എന്നാലും അവിടെ കുടിക്കും കേട്ടോ. അപ്പോൾ ദേ പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കണ ഇടയിൽ ഞങ്ങൾക്കൊന്ന് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരുട്ടത്ത് എന്താ പറയുക നോമ്പ് തുറക്കണത് കേട്ടോ. നോമ്പ് തുറന്നതിൻ്റെ ശേഷമാണ് കേട്ടോ, അതായത് ഞങ്ങൾ തിന്നണതിൻ്റെ ഇടയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതേ ഞങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞു. പിന്നെ നമുക്ക് കാക്ക വന്നപ്പോൾ കോഴി കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാനല്ല കാക്കന്നെയാണത് പിന്നെ മസാലയൊക്കെ റെഡിയാക്കണം കേട്ടോ. ഇതിലെന്തോ നല്ല ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ ഇട്ടുകൊണ്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ മുളകും പൊടി ഇടുക, പിന്നെ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒക്കെ ഇട്ടുകൊണ്ട് എന്താക്കുക പിന്നെ ഒന്നുണ്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലാണ് കേട്ടോ കോഴി പിന്നെ മസാല ഇട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി ടേസ്റ്റിയാണ്, നല്ല മണം കേട്ടോ. അതിനെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ അത്. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ മുളകും പൊടി അതൊക്കെ ഇട്ട് ഇങ്ങനെ സാധാ രീതിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ അധികം എരിവൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ റൈഫാനിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ. ഇതിൻ്റെ ചട്ടിക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പിന്നെ അതിൻ്റെ ഉള്ളത്തെ കറുപ്പ് പോയിക്കണം കേട്ടോ. അതുകൊണ്ട് ഇത് കുറച്ച് കരിഞ്ഞിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. പിന്നെ എന്താ പറയുക നല്ലൊരു മണം അതാണ് കേട്ടോ. എന്തായാലും നമ്മൾ പിന്നെ കടിക്കും ചോറിനൊക്കെ കൂട്ടിയിട്ട് തിന്നട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊരിച്ചിട്ടത് അപ്പം കണ്ടാൽ തന്നെ എന്തായാലും അറിയാം കേട്ടോ. ചെറിയൊരു പിന്നെ കളർ വ്യത്യാസമുള്ളൂ, ചട്ടിൻ്റെ കുഴപ്പമാണ് വേറെ ഒന്നുമല്ല കേട്ടോ. അങ്ങനെ നമുക്ക് രാത്രിക്കത്തെ ഫുഡ് കഴിക്കാനായിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നല്ലേ സന്തോഷത്തോടെ കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 10ാമത്തെ നോമ്പ് നമ്മളുടെ ഇവിടെ റാത്തായി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഇത്രത്തോളം കേട്ടോ നമ്മളെ കുഞ്ഞു വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.